വാർത്തകൾ സമഗ്രമായി തുടരുന്നു. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലെ വീഴ്ചയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. വ്യാജ പട്ടയക്കേസിൽ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്ന് കോടതി ചോദിച്ചു. 42 ഭൂമി കയ്യേറ്റ കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റുകൊടുത്തു. തോറ്റ കേസുകളിൽ എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം, രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. സർക്കാരിന് മറുപടിയുണ്ടോ? സർക്കാരിന് ഇക്കാര്യത്തിൽ മറുപടിയില്ല എന്നതും കൂടി ഏറ്റവും ശ്രദ്ധേയമാണ് സുജയഭാരതി. മൂന്നാർ കയ്യേറ്റങ്ങളിലെ ഉന്നതരുടെ കയ്യേറ്റങ്ങൾ, അതായത് വൻകിട കയ്യേറ്റങ്ങൾ സംബന്ധിച്ചാണ് ഹൈക്കോടതി കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിനോട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ ഇന്നലെ ഹർജി പരിഗണിക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണത്തിനായി CBIക്ക് വിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സർക്കാരിനെതിരെ ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. പ്രത്യേകിച്ചും വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലുള്ള മടി മാത്രമല്ല, നേരത്തെയുള്ള കേസ് നടത്തിപ്പുകളിലെ ഗുരുതരമായ അലംഭാവവും വീഴ്ചയും തുടങ്ങിയവയാണ് ഹൈക്കോടതി ഇന്ന് വിഷയമായി പരിഗണിച്ചത്. അതിന്മേലാണ് സർക്കാരിന് രൂക്ഷമായ വിമർശനവും ഉയർത്തിയത്. സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വ്യാജ പട്ടയ കേസുകളിൽ MI രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചത്. ഒപ്പം 42 കേസുകളിലാണ് സർക്കാർ തോറ്റുകൊടുത്തത്. ഇത് ഹൈക്കോടതിയിൽ അടക്കം നിലനിൽക്കുന്ന കേസുകളാണ്. നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാറോട് ഇത്തരം കേസുകളുടെ വിശദാംശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. ആ കേസുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു കാര്യം ചോദിക്കുകയും ചെയ്യുന്നത്. ഈ 42 ഉന്നത കയ്യേറ്റങ്ങൾ സംബന്ധിച്ച കേസുകളിൽ സർക്കാർ തോറ്റുകൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് ഇതിന്മേൽ അപ്പീൽ നൽകിയില്ല എന്ന ചോദ്യവും സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. 500 കേസുകളെങ്കിലും മൂന്നാറിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതല്ല എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. കാരണം ഇതിന്മേൽ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. അവർക്കെതിരെ അഴിമതി നിരോധന നിയമം അടക്കം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തത്. വൻ അഴിമതിയാണ് ഇതിന് പിന്നിൽ നടന്നത്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് എടുക്കേണ്ടത്. രവീന്ദ്രന് മാത്രമായി ഇതിൽ വ്യാജ പട്ടയം ഉണ്ടാക്കാനാകില്ല എന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. രവീന്ദ്രന് പിന്നിൽ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ CBIയെ കക്ഷി ചേർക്കുന്നതിനെ ഹർജിക്കാരിൽ ചിലർ എതിർത്തു. ഹർജിക്കാരുടെ വാദം കേൾക്കാതെ CBIയെ കക്ഷി ചേർക്കരുതെന്നായിരുന്നു ആവശ്യം. പക്ഷേ CBIയെ കക്ഷി ചേർക്കുന്നതിൽ ഹർജിക്കാരുടെ വാദം കേൾക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം കൂടിയാണ് മൂന്നാറിലെ കയ്യേറ്റ കേസുകൾ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, S. മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം.